നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു വിളവെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് സഹായധനം നൽകുന്നതിന് മുമ്പ് മികച്ച പരിശീലനം കൊടുക്കണമെന്ന് സിനിമാ കോൺക്ലേവ് സമാപന സമ്മേളനത്തിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. സ്ത്രീയാണെന്ന് കരുതി മാത്രം ചലച്ചിത്ര കോർപ്പറേഷൻ പണം നൽകരുതെന്ന് അടൂർ. പരാമർശത്തിനെതിരെ സദസ്സിൽ നിന്ന് പ്രതിഷേധം. പണം നൽകിയത് കഴിവുള്ളവർക്കെന്നും നല്ല സിനിമകൾക്ക് ഗ്രാന്റ് നൽകുന്നത് തുടരുമെന്നും മന്ത്രി സജി ചെറിയാൻ. VC നിയമനത്തിൽ സമവായം വേണമെന്ന് ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിൽ മന്ത്രിമാരായ പി രാജീവും ഡോക്ടർ ആർ ബിന്ദുവും. താൽക്കാലിക VCമാരുടെ പുനർനിയമനം സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമെന്ന് രാജ്ഭവൻ. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ സർക്കുലർ ഇറക്കി രജിസ്ട്രാർ മിനി കാപ്പൻ. ഭരണകാര്യങ്ങളിൽ ഇടപെടരുതെന്ന് നിർദ്ദേശം. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിൽ കേന്ദ്രത്തിന് നന്ദി പറഞ്ഞ ആർച്ച് ബിഷപ്പ് മാർ പാംബ്ലാനിയെ തള്ളി ഇരിങ്ങാലക്കുട രൂപത. സഭയുടെ നിലപാടല്ലെന്ന് ബിഷപ്പ് പോളി കണ്ണുക്കാട്. NIA കേസ് റദ്ദാക്കാൻ കത്തോലിക്ക സഭ ഹൈക്കോടതിയിലേക്ക്. ഇന്നും പ്രതിഷേധം. ലയണൽ മെസ്സി ഈ വർഷം കേരളത്തിലേക്കില്ല. സാധ്യത മങ്ങിയെന്ന് കായിക മന്ത്രിയുടെ ഓഫീസ്. മയക്കുമരുന്ന് വ്യാപനവും ഉപയോഗവും തടയുന്നതിനായി പുതിയ ഏജൻസി പ്രഖ്യാപിച്ച് UAE. നിലവിലുള്ള ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആന്റി നർക്കോട്ടിക്സിന് പകരം പുതിയ ഏജൻസിയാകും നടപടികൾ സ്വീകരിക്കുക. സംസ്ഥാന സർക്കാരിന്റെ സിനിമാ കോൺക്ലേവിൽ വിവാദ പരാമർശവുമായി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ധനസഹായത്താൽ സിനിമകൾ നിർമ്മിക്കുന്ന വനിതാ സംവിധായകർക്കും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള സംവിധായകർക്കും എതിരെയാണ് അടൂറിന്റെ പരാമർശങ്ങൾ. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് ആദ്യം പരിശീലനമാണ് നൽകേണ്ടതെന്ന് അടൂർ പറഞ്ഞു. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വെറുതെ പണം മുടക്കരുത്. 1.5 കോടി രൂപ നൽകുന്നത് വളരെ കൂടുതലാണ്. പലരും ചെയ്തത് നിലവാരമില്ലാത്ത സിനിമകളാണെന്നും അടൂർ പറഞ്ഞു. ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു വിളവെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ്. പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷേ അവർക്ക് കുറഞ്ഞതൊരു 3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം, സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന്. അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് വരുന്നു അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് പറഞ്ഞു ഇവിടെ അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത്. കാരണം ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടം എടുത്തവർക്ക് എല്ലാം കംപ്ലൈൻ്റാണ്. നിർബന്ധമായിട്ട് അവർ ട്രെയിനിങ് കൊടുക്കണം. ഈ 1.5 കോടി കുറച്ചിട്ട് 50 ലക്ഷം ആക്കി 3 പേർക്ക് കൊടുക്കുക. ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല, കൃത്യമായിട്ട് നല്ല സിനിമ എടുക്കാനുള്ള മുടക്കലാകാവും. അടൂരിന് പരോക്ഷ മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ. പണം നൽകിയത് കഴിവുള്ളവർക്കെന്നും നല്ല സിനിമകൾക്ക് ഗ്രാന്റ് നൽകുന്നത് തുടരുമെന്നും മന്ത്രി പറഞ്ഞു. നിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കും. പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കും. 2 മാസത്തിനകം സിനിമാ നയം ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അദ്ദേഹം പറഞ്ഞത് വേറെ ധാരണയിലല്ല. അദ്ദേഹം പറഞ്ഞത് അതിനാവശ്യമായ ട്രെയിനിങ് കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞുള്ളൂ. അങ്ങനെ ട്രെയിനിങ് കൊടുത്ത് നല്ല സിനിമകൾ ഉണ്ടാകണം. അപ്പോൾ നല്ല സിനിമ ട്രെയിനിങ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഒപ്പം ഇന്നൊരു സിനിമ എടുക്കണമെങ്കിൽ നല്ല പണം വേണം. അപ്പോൾ അതനുസരിച്ചാണ് ഗവൺമെൻറ് 1.5 കോടി കൊടുക്കുന്നത്. നമ്മളൊരു പാനലുണ്ട്, അവർ തരുന്ന കഥകൾ പരിശോധിക്കാൻ. പരിശോധിച്ച് പാനലുകൾ നൽകുന്ന കഥകളാണ് അപ്രൂവ് ചെയ്യുന്നത്. അപ്രൂവ് ചെയ്യുന്ന സിനിമകളെല്ലാം ഇപ്പോൾ 4 ഇറങ്ങിക്കഴിഞ്ഞു. അത് വളരെ വിജയകരമാണ്, നല്ല സിനിമകളാണ്. അതാണ് അതിന് തെറ്റിദ്ധരിപ്പിക്കുകയൊന്നും വേണ്ട.
ആടുജീവിതത്തിന് ദേശീയ അവാർഡ് ലഭിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതിൽ സന്തോഷമെന്ന് സംവിധായകൻ ബ്ലസ്സി. പുരസ്കാരത്തിനായി എൻട്രികൾ അയച്ചപ്പോൾ എല്ലാ വിഭാഗത്തിലും പുരസ്കാരം കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. ഏതെങ്കിലും വിവാദം പുരസ്കാരം ലഭിക്കുന്നതിൽ തടസ്സമായോ എന്ന് അറിയില്ല എന്നും ബ്ലസ്സി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാനും കണ്ടു. ഒരു മിനിസ്റ്റർ ആ രീതിയിൽ പ്രതികരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇതൊരു എൻ്റെ മാത്രം ഒരു വിഷയമല്ലല്ലോ എന്നുള്ളൊരു സമൂഹത്തിനോടുള്ളൊരു ഓർമ്മപ്പെടുത്തലൂടെയാണ്. അപ്പം അദ്ദേഹത്തിനെ പോലെ തന്നെ സമൂഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തരായ പല ആൾക്കാരും പ്രതികരിക്കുന്നുണ്ട്. ഈ വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെയോ എൻ്റെയോ മാത്രം. കുക്കു പരമേശ്വരനുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് വിവാദങ്ങൾ അമ്മയ്ക്കകത്ത് പരിഹരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് നടി പ്രിയങ്ക. കുക്കുവിന്റെ നേതൃത്വത്തിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. ആ മെമ്മറി കാർഡ് തിരിച്ചു കിട്ടണം, മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നതിനോട് താല്പര്യമില്ല. പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ സ്ത്രീകളെപ്പറ്റി ആശങ്കയുണ്ടെന്നും പ്രിയങ്ക പ്രതികരിച്ചു. പറയാൻ പോകുന്നത് മീറ്റുവിനെ കുറിച്ചാണ്. നമ്മുടെ മനസ്സിലുള്ള രഹസ്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് പറയുമ്പോൾ ഒരു ക്യാമറ അത് ക്യാച്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നി. ഞാനത് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുക്ക് തന്നെയാണ് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞത്, ഇത് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ തെളിവിന് വേണ്ടിയിട്ടാണ്. ശരി, തെളിവിനിപ്പം അതില്ലാതെ നാളെ ഇത് പറഞ്ഞു, ഇന്നാൾ പറഞ്ഞു. ആദ്യം ചെയ്തത് എന്താണ്? ഫസ്റ്റ്ലി ഞങ്ങളോട് പറഞ്ഞ ഞങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോൺ മാറ്റി വെക്കണം. ഒരാളുടെ ഫോണും കയ്യിലുണ്ടാവാൻ പാടില്ല. സത്യം പറഞ്ഞാൽ അതനുസരിച്ച് ആ സെയിം എല്ലാ മൊബൈലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരാളുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. കാരണം അതിന് റെക്കോർഡ് ചെയ്ത് പലരും അത് യൂസ് ചെയ്താലോ എന്ന് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു മൊബൈൽ മാറ്റി വെക്കാൻ തയ്യാറാണ്. ഞങ്ങൾ എല്ലാവരും മൊബൈൽ മാറ്റി വെച്ചു. അങ്ങനെയാണ് ഈ സംഭവം ഓരോരുത്തരുടെ കയ്യിൽ നിന്നും സംസാരിച്ച് നിങ്ങൾ പറയൂ, നിങ്ങൾ പറയണം, നമ്മൾ പറഞ്ഞാൽ നമുക്കിതിന് സൊല്യൂഷൻ ഉണ്ടാക്കണം. ഒരു കാര്യം മനസ്സിലാക്കുക, അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയിൽ ഇത്രയും സ്ത്രീജനങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എല്ലാവരും എന്താ ചെയ്യുക? ഞങ്ങൾ വിശ്വസിക്കും. കാരണം നാളെ വരുന്ന തലമുറയ്ക്കോ ആർക്കും ഒരു പ്രോബ്ലം ഇല്ലാതെ നമ്മുടെ സിനിമാ രംഗം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പൊ നമ്മൾ എല്ലാവരും അതിന് സഹകരിക്കാൻ തയ്യാറാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ, എന്റെ ചേച്ചിമാരായാലും അനിയത്തിമാർ, അവരൊക്കെ അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞു. അതായത് ഇന്ന പോലെ സംഭവം ഉണ്ടായി, ഇന്ന പോലെ കാര്യങ്ങൾ ഉണ്ടായെന്ന്. ഞാനും പൊന്നമ്മ മാമനും ഞങ്ങൾക്കൊന്നും പറയാൻ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പണ്ടത്തെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു പ്രോബ്ലം സിനിമാ ഫീൽഡിൽ ഉണ്ടായി അത് കൈകാര്യം ചെയ്യാൻ എനിക്ക് അങ്ങനെ ചെയ്ത് പടത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന സംഭവമാണ്. പക്ഷെ ഞാൻ സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യവുമായി മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനുള്ള അതൃപ്തിയും കേരള സർവകലാശാലയിലെ പ്രതിസന്ധിയും ഗവർണറെ ധരിപ്പിച്ചു. പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാമെന്ന് ഗവർണർ മന്ത്രിമാരെ അറിയിച്ചു. താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും തമ്മിൽ പോരുമുറുകുന്ന സാഹചര്യത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിയമമന്ത്രി പി രാജീവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചത്. രാവിലെ 8:30 ആരംഭിച്ച കൂടിക്കാഴ്ച 1 മണിക്കൂറിലധികം നീണ്ടു. മന്ത്രി ആർ ബിന്ദുവും പി രാജീവും ഗവർണറും മാത്രമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർമാരായി സർക്കാർ നൽകിയിട്ടുള്ള പട്ടികയിൽ നിന്നുള്ളവരെ അംഗീകരിക്കണമെന്ന ആവശ്യം മന്ത്രിമാർ ഗവർണറെ അറിയിച്ചു. കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിലുള്ള തർക്കങ്ങളും ഗവർണറെ ധരിപ്പിച്ചു. ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുതെന്ന് മന്ത്രിമാർ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ചൂണ്ടിക്കാട്ടിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ഗവർണർ മന്ത്രിമാരെ അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സിസ തോമസിനെയും കെ ശിവപ്രസാദിനെയും താൽക്കാലിക VCമാരായി നിയമിച്ചുകൊണ്ട് ഗവർണർ ഉത്തരവിറക്കിയത്. മറ്റു സർവകലാശാലകളിലും VCമാരെ നിയമിക്കാനുള്ള നീക്കത്തിലാണ് ഗവർണർ. ഇതിനായി ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും മന്ത്രിതല തീരുമാനത്തിന് ശേഷം പോയാൽ മതിയെന്നായിരുന്നു സർക്കാർ നിലപാട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സിൻഡിക്കേറ്റിനെതിരെ നിലപാട് കടുപ്പിച്ച് VC. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ജീവനക്കാരെ വിളിച്ചു വരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും അധികാരമില്ലെന്ന് വ്യക്തമാക്കി നോട്ടീസ് പുറത്തിറക്കി. VCക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനാണ് നോട്ടീസ് പുറപ്പെടുവിച്ചത്. അതേസമയം നോട്ടീസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നീക്കം. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റിനെതിരെ ശക്തമായ നടപടികളുമായി വൈസ് ചാൻസലർ രംഗത്ത്. സർവകലാശാല ഭരണത്തിൽ ഇടപെടാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് VCക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ നോട്ടീസ് പുറപ്പെടുവിച്ചത്.
ജീവനക്കാരെ വിളിച്ചുവരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും സിൻഡിക്കേറ്റിന് അവകാശമില്ലെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഫയലുകൾ വിളിച്ചുവരുത്താൻ പാടില്ലെന്നും നോട്ടീസിൽ പറയുന്നു. അംഗങ്ങൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ മാത്രമേ അഭിപ്രായങ്ങൾ പറയാനും നിർദ്ദേശങ്ങൾ നൽകാനും പാടുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ വിസിയുടെ അനുമതിയോടുകൂടി മാത്രം തീരുമാനമെടുക്കണം. അംഗങ്ങളുടെ സമൻസുകൾക്കും നിർദ്ദേശങ്ങൾക്കും ജീവനക്കാർ മറുപടി നൽകേണ്ട എന്ന നിർദ്ദേശവും നോട്ടീസിലുണ്ട്. അത്തരത്തിൽ ഇടപെടലുകൾ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ വിസി അറിയിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. വൈസ് ചാൻസലറുടെ നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. കഴിഞ്ഞ ദിവസം നടന്ന സിൻഡിക്കേറ്റ് യോഗം അലങ്കോലപ്പെട്ടതിന് പിന്നാലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ മിനി കാപ്പൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. വിസിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പരാതി നൽകിയത്. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ വൈസ് ചാൻസലർ കടുത്ത നിലപാടെടുത്തിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പള്ളികളിൽ ഇടയലേഖനവുമായി ഇരിങ്ങാലക്കുട രൂപത. പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടില്ലെന്നും വിമർശനമുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി വാക്കുപാലിച്ചുവെന്ന് ജോസഫ് പാംബ്ലാനിയുടെ പ്രസ്താവന തള്ളി ഇരിങ്ങാലക്കുട ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ രംഗത്ത് വന്നു. അതിരൂപതയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ വിശ്വാസികളെ പങ്കെടുപ്പിച്ച് ബഹുജന റാലിയും സംഘടിപ്പിച്ചു. ഇന്ന് രാവിലെ നടന്ന കുർബാനയിലാണ് ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡ് സർക്കാരിനുമെതിരായ ഇടയലേഖനം വായിച്ചത്. ജാമ്യം ലഭ്യമായാലും നിയമക്കുരുക്കിലൂടെ മുന്നോട്ടു പോകേണ്ടി വരുന്ന കന്യാസ്ത്രീകളുടെ അവസ്ഥ പ്രതിഷേധാർഹമാണെന്നും പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ലെന്നും ഇടയലേഖനത്തിൽ പറയുന്നു. അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ഛത്തീസ്ഗഡ് സർക്കാരോ കേന്ദ്ര സർക്കാരോ ഇടപെടാത്തത് നിരാശാജനകമാണെന്നും ഇടയലേഖനത്തിൽ പറഞ്ഞു. CBCI, KCBC, സീറോ മലബാർ സഭ എന്നിവരുടെ തലവന്മാർ ആശങ്കകൾ അറിയിച്ചിട്ടും പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ നേതാക്കന്മാരും മലയാളികളായ MP-മാരും രേഖപ്പെടുത്തിയിട്ടും പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടും മൗലികമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് തടവിലാക്കപ്പെട്ട സിസ്റ്റേഴ്സിന്റെ മോചനത്തിന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും കേന്ദ്ര ഗവൺമെന്റോ ഛത്തീസ്ഗഡിലെ സർക്കാരോ എടുത്തിട്ടില്ല എന്നത് തീർത്തും നിരാശാജനകമാണ്. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാക്കുപാലിച്ചു എന്ന തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയെ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ തള്ളി. സഭയുടെ നിലപാട് സഭാധ്യക്ഷന്മാരാണ് പറയേണ്ടതെന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സഭയുടെ അഭിപ്രായമല്ലെന്നും പോളി കണ്ണൂക്കാടൻ പ്രതികരിച്ചു. ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും വിധത്തിൽ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ പരാമർശിച്ചാൽ അതുമാത്രമാണ് സഭയുടെ നിലപാട് എന്ന് ആരും കരുതരുത്. സഭയുടെ നിലപാട് എപ്പോഴും ഔദ്യോഗികമായിട്ട് അതിൻ്റെ തലപ്പത്തുള്ളവർ പ്രകടമാക്കാറുണ്ട്. അതിപ്പോഴും പ്രകടമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇരിങ്ങാലക്കുട രൂപതയുടെ തീരുമാനം. വൈകിട്ട് ചാലക്കുടിയിൽ വിശ്വാസികളെ പങ്കെടുപ്പിച്ച ബഹുജന റാലിയും സംഘടിപ്പിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. BJP നേതൃത്വത്തെ വിമർശിച്ച് കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി. നമുക്കിനി പോലീസും കോടതിയും വേണ്ട. വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കും ആര് കുറ്റവാളിയാണ് ആരല്ല എന്നാണ് സ്വാമിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയത്തിന് പിന്നാലെയാണ് സ്വാമിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മയക്കുമരുന്ന് കടത്തും ഉപയോഗവും തടയുന്നതിനായി പുതിയ ഏജൻസി പ്രഖ്യാപിച്ച് UAE. നാഷണൽ ആന്റി നാർക്കോട്ടിക്സ് അതോറിറ്റി എന്ന പേരിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനാണ് പുതിയ ഏജൻസി പ്രഖ്യാപിച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ നിലവിലുള്ള ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആന്റി നാർക്കോട്ടിക്സിന് പകരം പുതിയ ഏജൻസിയാകും മയക്കുമരുന്ന് ഉപയോഗവും കടത്തും ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ കാര്യങ്ങൾ തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. മയക്കുമരുന്ന് വ്യാപനവും ഉപയോഗവും കർശനമായി തടയുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായാണ് UAE പുതിയ ഏജൻസി രൂപീകരിച്ചത്. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച നാഷണൽ ആന്റി നാർക്കോട്ടിക്സ് അതോറിറ്റിയെ ഷെയ്ഖ് സായിദ് ബിൻ ഹമദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ നയിക്കും. UAEയിലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അനുബന്ധ കുറ്റകൃത്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള കേന്ദ്ര ബോഡിയായി ഇത് പ്രവർത്തിക്കും. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുക, മയക്കുമരുന്ന് വ്യാപനവും ഉപയോഗവും തടയുന്നതിനുള്ള നയങ്ങൾ, നിയമനിർമ്മാണം എന്നിവ രൂപീകരിക്കുക തുടങ്ങിയവയാണ് നാഷണൽ ആന്റി നാർക്കോട്ടിക്സ് അതോറിറ്റിയുടെ പ്രധാന ചുമതലകൾ. മയക്കുമരുന്നുകൾക്ക് അടിമകളായവരുടെ ചികിത്സ, പുനരധിവാസം, മയക്കുമരുന്ന് ആസക്തിയെക്കുറിച്ചുള്ള പഠനം എന്നിവയ്ക്കും പുതിയ ഏജൻസി മേൽനോട്ടം വഹിക്കും.
മയക്കുമരുന്ന്, സൈക്കോട്രോപിക് വസ്തുക്കൾ എന്നിവ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഒരു ദേശീയ പ്ലാറ്റ്ഫോം രൂപീകരിക്കുക, രാജ്യാന്തര മയക്കുമരുന്ന് ശൃംഖലകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നതിന് അന്താരാഷ്ട്ര ഏജൻസികളുമായും വിദേശ രാജ്യങ്ങളുമായും ഏകോപനം നടത്തുക എന്നിവയും ഏജൻസിയുടെ ഉത്തരവാദിത്വമാണ്. മയക്കുമരുന്ന് നിർമ്മാണത്തിൽ ഉപയോഗിക്കാവുന്ന രാസവസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതും അതോറിറ്റിയുടെ ചുമതലയാണ്. ഇത്തരം രാസവസ്തുക്കൾ നിയമാനുസൃതമായി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാൻ ലൈസൻസിംഗ് പ്രോട്ടോക്കോളുകൾ, വ്യാപാര സംഭരണ നിയമങ്ങൾ, കസ്റ്റംസ് നടപടിക്രമങ്ങൾ എന്നിവയ്ക്കും നാഷണൽ ആന്റി നാർക്കോട്ടിക്സ് അതോറിറ്റി രൂപം നൽകും. അമൃത ന്യൂസ്, ദുബായ്. സൗദിയിൽ അഴിമതി കേസുകളിൽ വിവിധ മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരടക്കം 142 പേരെ ജൂലൈ മാസത്തിൽ അറസ്റ്റ് ചെയ്തതായി സൗദി ഓവർസൈറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റി അറിയിച്ചു. കൈക്കൂലി, അധികാര ദുർവിനിയോഗം എന്നീ കേസുകളിൽ ആകെ 425 പേരെയാണ് കഴിഞ്ഞ മാസം ചോദ്യം ചെയ്തത്. ഇക്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ 142 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ ചിലരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. സൗദിയിൽ നിന്ന് റഷ്യയിലേക്ക് നേരിട്ടുള്ള ആദ്യ വിമാന സർവീസിന് തുടക്കമായി. റിയാദ് കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് യാത്രക്കാരെയും വഹിച്ച് സൗദി വിമാന കമ്പനി ഫ്ലൈനാൻസിന്റെ ആദ്യ വിമാനം മോസ്കോ നുക്കോവോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി. ആഴ്ചയിൽ 3 വിമാനങ്ങൾ സർവീസ് നടത്തും. സൗദി അറേബ്യയും റഷ്യയും തമ്മിൽ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുകയും വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. കുവൈറ്റിൽ മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞു. കോഴിക്കോട് കൊടുവള്ളി സ്വദേശി അഹമ്മദ് കുട്ടിയാണ് മരണമടഞ്ഞത്. 65 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഭാര്യയും 4 കുട്ടികളുമുണ്ട്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ കുവൈറ്റ് KMCC ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. കുവൈറ്റിൽ ചെമ്മീൻ മത്സ്യബന്ധന സീസണിന് തുടക്കമായി. പബ്ലിക് അതോറിറ്റി ഫോർ അഗ്രികൾച്ചർ അഫയേഴ്സ് ആൻഡ് ഫിഷ് റിസോഴ്സസ് അറിയിച്ചതാണിത്. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ഈ വിവരം പുറത്തുവിട്ടത്. അതേസമയം കുവൈറ്റ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് മത്സ്യബന്ധനത്തിനുള്ള അനുമതി സെപ്റ്റംബർ 1, 2025 മുതലായിരിക്കും. ഈ മേഖലയിൽ പരിസ്ഥിതി സൗഹൃദമായ കൂഫ വലകൾ ഉപയോഗിച്ച് ട്രോളിംഗ് വഴി മത്സ്യബന്ധനം നടത്താനാണ് അനുമതി. രാജ്യത്തെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനായി എല്ലാ വർഷവും കർശനമായ നിയന്ത്രണങ്ങളോടെയാണ് ചെമ്മീൻ വേട്ട സീസൺ ആരംഭിക്കുന്നത്. കുവൈറ്റിലെ കലാ സാംസ്കാരിക സംഘടനയായ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ മാതൃഭാഷാ പഠന പദ്ധതിയുടെ ഭാഗമായി വേനൽ തുമ്പികൾ എന്ന പേരിൽ കലാജാഥ സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 7-ന് ആരംഭിച്ച് 9-ന് അവസാനിക്കുന്ന രീതിയിലാണ് കലാജാഥ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. വ്യാഴാഴ്ച വൈകിട്ട് 6:30-ന് മംഗഫ് കലാ സെന്ററിൽ വെച്ച് തുടക്കം കുറിക്കും. ഓഗസ്റ്റ് 8-ന് വൈകിട്ട് 3:30-ന് അബ്ബാസിയ കലാ സെന്ററിൽ വെച്ചും അന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് സാൽമിയ മേഖലയിൽ ഇന്ത്യൻ പബ്ലിക് സ്കൂളിൽ വെച്ചും ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ഫാഹ ഹീൽ കലാ സെന്ററിലുമായാണ് കലാജാഥയുടെ പര്യടനം കടന്നുപോകുന്നത്. നിയമസഭാ നടപടികൾ, ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളും ഭരണഘടനയും കൂടാതെ നവോത്ഥാനത്തിന്റെ നാൾവഴികൾ എന്നിവയാണ് ഈ ജാഥയിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത്. ബാലവേദി കുട്ടികളും മാതൃഭാഷാ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുന്ന കലാജാഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾ വഴി ലഭിക്കുന്ന പണം കൈകാര്യം ചെയ്യുന്നതിനായി വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടുകളും ഡിജിറ്റൽ വാലറ്റും ഉപയോഗിച്ചിരിക്കുന്ന തട്ടിപ്പ് സംഘത്തിലെ 2 പേരെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ആന്റി ഫ്രോഡ് സെന്ററാണ് ഇവരെ പിടികൂടിയത്. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇവർ ഇരകളെ സമീപിച്ചിരുന്നത്. പ്രതിഫലം വാഗ്ദാനം ചെയ്ത് ബാങ്ക് അക്കൗണ്ടുകളും ഡിജിറ്റൽ വാലറ്റുകളും തുറക്കുകയും അതുവഴി തട്ടിപ്പിലൂടെ ലഭിച്ച പണം കൈകാര്യം ചെയ്യുകയുമായിരുന്നു രീതി. അജ്ഞാത ഉറവിടങ്ങളിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കരുത് എന്നും ഇത്തരം നടപടികൾ കുറ്റകൃത്യത്തിലെ പങ്കാളിത്തമായി കണക്കാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ദുബായിൽ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായി 4 വരി പാതകളുള്ള 800 മീറ്റർ ടണൽ തുറന്നു. അൽ ഖൈൽ റോഡും ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡും തമ്മിലുള്ള ഭാഗത്താണ് പുതിയ ടണൽ. ഉംസു ഖൈം റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഇത്. ഇരുദിശകളിലായി മണിക്കൂറിൽ 10,000 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ശേഷിയുള്ള ടണലാണ് ഇത്. ഷേഖ് സായിദ് റോഡ്, അൽ ഖൈൽ റോഡ്, ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, എമിറേറ്റ്സ് റോഡ് എന്നിവയിലേക്ക് യാത്ര ഇതോടെ കൂടുതൽ എളുപ്പമാകും. ദുബായ് അൽ ബർഷ സൗത്ത്, ദുബായ് ഹിൽസ്, അർജാൻ സയൻസ് പാർക്ക് എന്നീ മേഖലകളിലുള്ള 10 ലക്ഷം താമസക്കാർക്ക് പുതിയ ടണലിന്റെ പ്രയോജനവും ലഭിക്കും.
മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തെ മഹാനായ ഗുരുനാഥൻ MK സാനുവിന് വിട നൽകി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 4:30 രവിപുരം പൊതുശ്മശാനത്തിലാണ് ഔദ്യോഗിക ബഹുമതികളോടെ സാനുമാഷിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രിമാരായ P രാജീവ്, P പ്രസാദ്, R ബിന്ദു തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചി അമൃത ആശുപത്രി മോർച്ചറിയിൽ നിന്ന് രാവിലെ 8 മണിയോടെയാണ് സാനുമാഷിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത്. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയ 100 കണക്കിന് ആളുകളുടെ നീണ്ട നിരയാണ് വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. 10 മണിയോടെ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാർ, MLA മാർ, ചലച്ചിത്ര രംഗത്ത് നിന്ന് സിദ്ദിഖ്, നവ്യ നായർ, രഞ്ജി പണിക്കർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. വീട്ടിൽ വെച്ചുണ്ടായ വീഴ്ചയെ തുടർന്നാണ് സാനുമാഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ന്യൂമോണിയ ബാധിക്കുകയായിരുന്നു. തുടർന്ന് ഇന്നലെ വൈകിട്ടോടെ അന്ത്യം സംഭവിച്ചു. അനേകായിരം ശിഷ്യസമ്പത്തും അറിവും ബാക്കി വെച്ചാണ് മലയാളത്തിന്റെ സ്വന്തം സാനുമാഷ് വിട പറഞ്ഞിരിക്കുന്നത്. ആ ഗുരുശ്രേഷ്ഠന് കോടി പ്രണാമം. അമൃത ന്യൂസ്, കൊച്ചി. മഞ്ചേരി മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ പുതിയ ആശ്രമ മന്ദിരം പ്രവർത്തനം ആരംഭിച്ചു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി മന്ദിരം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്തെ അമ്മയുടെ മക്കളുടെ ചിരകാല അഭിലാഷമായിരുന്നു സൗകര്യപ്രദമായ ആശ്രമ മന്ദിരം. കഴിഞ്ഞ 30 വർഷമായി മഞ്ചേരി മുള്ളൻപാറയിൽ പ്രവർത്തിച്ചിരുന്ന ആശ്രമം സ്ഥലപരിമിതിയാൽ വീർപ്പുമുട്ടുകയായിരുന്നു. നറുകര ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിനും അമൃത വിദ്യാലയത്തിനും സമീപമാണ് സൗകര്യങ്ങളോടുകൂടിയ പുതിയ ആശ്രമ മന്ദിരം. മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. പുലർച്ചെ 5 മണിക്ക് മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. മൃത്യുഞ്ജയ ഹോമം, മഹാധന്വന്തരി ഹോമം എന്നിവയ്ക്ക് ശേഷം സ്വാമിയുടെ അനുഗ്രഹ പ്രഭാഷണവും ധ്യാനവും നടന്നു. നാമവും രൂപവും ഒന്നുമില്ലെന്ന് പറയാറുണ്ട്. ഋഷിമാർ ചൈതന്യ സമുദ്രം എന്നാണ് ഈശ്വരനെ വിശേഷിപ്പിച്ചത്. മന്ദിരത്തിന്റെ പാലുകാച്ചൽ ചടങ്ങും സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി നിർവഹിച്ചു. മഞ്ചേരി മഠാധിപതി സ്വാമിനി വരദാമൃതപ്രാണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സ്വാമി വിവേകാമൃതാനന്ദപുരി, ബ്രഹ്മചാരി ശ്രീധരാമൃത ചൈതന്യ, ബ്രഹ്മചാരിണി ജ്യോതിർമയാമൃത ചൈതന്യ തുടങ്ങിയവർ പങ്കെടുത്തു. ദീർഘകാലത്തെ ആഗ്രഹ സബലീകരണം ഭക്തർ അമൃതോത്സവമാക്കി മാറ്റി. അമൃത ന്യൂസ്, മലപ്പുറം. ഗുരുപൂർണിമ ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്കൃതി പൂജ നടത്തി മംഗളൂരു അമൃത വിദ്യാലയം. മാതാപിതാക്കളെയും അധ്യാപകരെയും ആദരിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ മംഗളൂരു അമൃത വിദ്യാലയത്തിൽ ഗുരുപൂർണിമ ആഘോഷിച്ചത്. അമൃതേശ്വരി ഹാളിൽ നടന്ന ആഘോഷങ്ങളിൽ സ്വച്ഛ് മംഗളൂരു രാമകൃഷ്ണ മിഷൻ ചീഫ് കോർഡിനേറ്റർ രഞ്ജൻ ബെല്ലാർപാടി മുഖ്യാതിഥിയായി. അമൃത വിദ്യാലയം കറസ്പോണ്ടന്റ് സ്വാമിനി മംഗളാമൃത പ്രാണയും അഡ്മിനിസ്ട്രേറ്റർ ദീപ മനോജും പൂർണ്ണകുംഭം നൽകി മുഖ്യാതിഥിയെ ചടങ്ങിൽ സ്വീകരിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥി ജയ് പത്മശാലി പാതുക പൂജ നിർവഹിച്ചു. ഭാരതീയ സംസ്കാരം കാത്തുസൂക്ഷിക്കുന്ന അമൃത വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളെ രഞ്ജൻ ബെല്ലാർപാടി അഭിനന്ദിച്ചു. ആലപ്പുഴ ഹരിപ്പാട് 3ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നേരെ ജാതി അധിക്ഷേപം നടത്തുന്നതായി പരാതി. സ്കൂൾ പ്രധാന അധ്യാപികയ്ക്ക് എതിരെയാണ് പരാതിയുമായി രക്ഷിതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. കുട്ടികളെ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നുവെന്നും മർദ്ദിക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം വാർത്ത കെട്ടിച്ചമച്ചതാണെന്ന് പ്രധാന അധ്യാപിക അമൃത വാർത്തകളോട് പ്രതികരിച്ചു. ആലപ്പുഴ ഹരിപ്പാട് പള്ളിപ്പാട് MSC LP സ്കൂളിലാണ് സംഭവം. 3ാം ക്ലാസ്സിലെ 2 കുട്ടികൾക്ക് നേരെ പ്രധാന അധ്യാപിക ഗ്രേസിക്കുട്ടി ജാതി അധിക്ഷേപം നടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രക്ഷിതാക്കൾ രംഗത്തെത്തിയത്. കുട്ടികൾക്ക് നേരെ ജാതി അധിക്ഷേപം നടത്തുന്നതിന് പുറമെ നിറത്തിന്റെ പേരിൽ വിവേചനം കാണിക്കുകയും കുട്ടികളെ ഉപദ്രവിക്കുകയും ചെയ്യാറുണ്ട് എന്നും രക്ഷിതാക്കൾ പറയുന്നു. മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുവാനോ അധ്യാപകരോട് സംസാരിക്കുവാനോ പ്രധാന അധ്യാപിക അനുവദിക്കുന്നില്ല എന്നും കുട്ടികളും അമൃത വാർത്തകളോട് പറഞ്ഞു. ഞങ്ങളെ പുലയരാന്നൊക്കെ വിളിച്ച്
ഞങ്ങളെ എപ്പോഴും ഒന്ന് പിച്ചിക്കൊണ്ടിരിക്കും. പിള്ളേരേന്ന് വിളിച്ച് കരിമ്പേടാന്ന് വിളിച്ച് കറുത്താരി ഇഷ്ടമല്ല, പഠിപ്പിക്കത്തുമില്ല. അതേസമയം ഈ വിഷയത്തിൽ താൻ നിരപരാധിയാണ് എന്നായിരുന്നു പ്രധാന അധ്യാപികയുടെ പ്രതികരണം. കുട്ടികളോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നും മറ്റൊരു അധ്യാപകൻ ചെയ്തിരുന്ന കാര്യങ്ങൾ തന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നും പ്രധാന അധ്യാപിക പ്രതികരിച്ചു. എനിക്ക് 25 വർഷത്തെ സർവീസ് ഉള്ള വ്യക്തിയാണ്. കറുത്തതാണെന്ന് ഒരിക്കലും ഞാൻ കറുത്തതാണ്. എനിക്ക് 2 മക്കളുണ്ട്. 2 മക്കളും കറുത്തതാണ്. 8 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഞാൻ ഒരിക്കലും പറയത്തില്ല കറുത്തതാണ് ജാതി. അത് ജിനു ജോൺസൺ എന്ന വ്യക്തി ആ കുഞ്ഞുങ്ങളെ മറ്റു അധ്യാപകരുമായിട്ട് മിണ്ടാൻ സമ്മതിക്കത്തില്ലായിരുന്നു, മറ്റു കുട്ടികളുമായിട്ട് കളിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അങ്ങനെ ആ ജിനു ജോൺസൺ മാത്രമേ ഉള്ളായിരുന്നു ഈ പ്രത്യേകത. ജിനു ജോൺസൺ പുറത്തു പോയി. ഞങ്ങള് അതിന്റെ വൈരാഗ്യത്തിന്റെ വില എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുക, എന്നെ VRS എടുപ്പിക്കുക. സ്കൂളിൽ മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. പരാതിയുമായി സ്കൂളിലെത്തിയപ്പോൾ ഇനി ആവർത്തിക്കില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ ഇപ്പോഴും അതേ അവസ്ഥ തുടരുകയാണ്. പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും തങ്ങൾക്കനുകൂലമായ സമീപനമല്ല പോലീസ് സ്വീകരിച്ചത് എന്നും ഇവർ ആരോപിക്കുന്നു. വിഷയത്തിൽ കുറ്റക്കാർ ആരായാലും അവർക്കെതിരെ കർശന നടപടിയാണ് ഉണ്ടാവേണ്ടത്. പുതുതലമുറയ്ക്ക് പുതിയ ദിശാബോധവും അറിവും പകർന്നു നൽകേണ്ടുന്ന സ്കൂൾ അങ്കണത്തിനുള്ളിലാണ് നൂറ്റാണ്ടുകൾ പിന്നോട്ടടിക്കുന്ന ഈ ജാതിബോധത്തിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നതാണ് സാക്ഷര കേരളത്തെ ലജ്ജിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സി ഈ വർഷം കേരളത്തിലെത്തില്ല. മെസ്സിയുടെ സന്ദർശന സാധ്യത മങ്ങിയതായി കായിക മന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. മെസ്സിയുമായുള്ള കരാറിന്റെ ആദ്യ ഗഡു നേരത്തെ നൽകിയിരുന്നു. ചർച്ചകൾ തുടരുകയാണെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഒക്ടോബറിൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കുമെന്നായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചിരുന്നത്. അതേസമയം ടീമിന്റെ ഡിസംബറിലെ ഇന്ത്യ സന്ദർശന ഷെഡ്യൂളിൽ കേരളം ഉൾപ്പെടുത്തിയിട്ടില്ല. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.